അഷ്ടമുടിക്കായലും പടിഞ്ഞാറ് അറബിക്കടലും ഒഴുകുന്ന ചവറയുടെ വികസന വഴിയിലൂടെയാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റം യാത്ര ചെയ്യുന്നത്. കരിമണൽ സമ്പത്തിന് പേരുകേട്ട ചവറയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന കാഴ്ചകളിലേക്ക്. അഷ്ടമുടിക്കായലും അറബിക്കടലും ഒഴുകിയെത്തുന്ന ചവറ ഇന്ന് പശ്ചാത്തല വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും വികസന കുതിപ്പ് തുടരുകയാണ്. കിഫ്ബി ഫണ്ട് വഴി ചവറ മണ്ഡലത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം 2016-21 മുതലാണ് വൻപിച്ച മാറ്റങ്ങൾ, വൻപിച്ച നിക്ഷേപങ്ങളുണ്ടായത്. പ്രത്യേകിച്ചും പശ്ചാത്തല സൗകര്യ വികസനത്തിനും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. കുറേ പ്രവർത്തികൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. ഇനി കുറച്ച് പ്രവർത്തികൾ കൂടി അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊല്ലം താലൂക്കിൽ കൊല്ലം നഗരസഭയുടെ 1 മുതൽ 5 വരെയും 49-50 വാർഡുകളും കരുനാഗപ്പള്ളി താലൂക്കിലെ ചവറ, നീണ്ടകര, പന്മന, തെക്കും ഭാഗം, തേവലക്കര എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ചവറ നിയമസഭാ മണ്ഡലം. വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ നാളുകളിലൂടെയാണ് ചവറ കടന്നുപോകുന്നതെന്ന് മണ്ഡലം MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള ചൂണ്ടിക്കാട്ടി. UP തലം മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം മികച്ച ഭൗതിക സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ളത്. ഇപ്പോൾ ചവറ സൗത്ത് UP സ്കൂളിൽ മികച്ച കെട്ടിട സൗകര്യങ്ങളുണ്ടായി. പ്രൈമറി തലത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് അവതരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് നേരിട്ട് വന്ന് തന്നെ 2021-22 തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അന്ന് തൊട്ടേ കുട്ടികൾ ആ സ്കൂളിൽ ഇപ്പോൾ അതിൻ്റെ കാരണത്താൽ തന്നെ മികച്ച വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുകയുണ്ട് ആ സ്കൂളിലേക്ക്. പിന്നീട് ഈ മണ്ഡലത്തിലുള്ള എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മികച്ച ലാബോട് കൂടി തന്നെയുള്ള കെട്ടിടങ്ങൾ, മികച്ച സൗകര്യങ്ങൾ. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹൈസ്കൂളുമായിട്ട് വ്യത്യാസമായിട്ട് ക്ലാസ് റൂമുകളുടെ വലുപ്പം കുറച്ച് കൂടി അധികം വേണം. 60-65 കുട്ടികളോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ക്ലാസ് റൂമായിരിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ടാണ് അതിന് വലിയ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളും, പയ്യൻകോയിക്കൽ സ്കൂളിൽ 5 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടും പിന്നെ തദ്ദേശികമായിട്ട് എടുത്തിട്ടുള്ള MLA ഫണ്ട് അടക്കമുള്ള 1 കോടി രൂപയും എല്ലാം ചേർത്തിട്ട് 6 കോടി രൂപയുടെ വലിയ വികസനമാണ് അവിടെ നടന്നിരിക്കുന്നത്. പന്മനമനയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലും MLA ഫണ്ടും അതുപോലെ കിഫ്ബി ഫണ്ടിൻ്റെ 3.5 കോടിയും എല്ലാം ചേർത്തിട്ട് ഏതാണ്ട് 6 കോടി രൂപയുടെ കെട്ടിട സൗകര്യങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്, ഹയർ സെക്കൻഡറിക്ക് മാത്രമായിട്ട്. അതുപോലെ തന്നെയാണ് കൊറ്റംകുളങ്ങര സ്കൂളിൽ കിഫ്ബി ഫണ്ട് വഴി ലാബ് സൗകര്യങ്ങൾ, മികച്ച ലാബുകൾ ഉണ്ടായി. വള്ളിക്കീഴ് ഹയർ സെക്കൻഡറി സ്കൂളിലും 3.5 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടായി. മികച്ച ലാബോട് കൂടിയുള്ള കെട്ടിട സൗകര്യങ്ങളാണ് അവിടെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ശങ്കരമംഗലം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതുപോലെ തന്നെ കിഫ്ബി ഫണ്ടോടുകൂടി 3.5 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കുകയുണ്ടായി. അങ്ങനെ ഇനി പൂർത്തിയാകാനുള്ളത് കൊറ്റംകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതും കിലയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു.
പ്രീ പ്രൈമറി, പ്രൈമറി തലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. IN കോയിക്കൽ സ്കൂളിൽ സർക്കാർ വിഹിതമായ 5 കോടി രൂപയും MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും വിനിയോഗിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. പന്മന മലയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സർക്കാർ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും മികച്ച ലാബ് സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞതും ചവറയെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടം നേടാൻ സഹായിച്ചു. ആരോഗ്യരംഗത്തിന് പുത്തൻ ഉണർവേകുന്ന പദ്ധതികളും മണ്ഡലത്തിൽ ആവിഷ്കരിച്ചു. നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ കടൽ തീരത്ത് 90,000 സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിട സമുച്ചയവും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണ്. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ, നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ, അത് പേരിൽ മാത്രമേ ഈ പറഞ്ഞ കണക്ക് താലൂക്ക് ഹോസ്പിറ്റലുള്ളൂ. നേരത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ സൗകര്യത്തിൽ മാത്രം ആയിരുന്നു ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ ആശുപത്രി സമുച്ചയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ പൂർത്തീകരണ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടി ഏതാണ്ട് 90,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ സമുച്ചയമാണ്. RMO ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും എല്ലാം കൂടെ 90,000 കോടി രൂപ 90,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ സമുച്ചയം തന്നെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കായിട്ട് കടലിൻ്റെ തീരത്ത്, കടലിൻ്റെ ഓരത്ത് ഏറ്റവും പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ തന്നെ പൂർത്തീകരിക്കുകയാണ്. മുക്കാട്ടുകടവ്, ഫാത്തിമ ഐലൻഡ്, അരുളൻ തുരുത്ത് എന്നിവിടങ്ങളിൽ 21 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 2 പാലങ്ങൾ വികസനത്തിലേക്ക് പുതിയ പാത തുറക്കുകയാണ്. പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചവറ മണ്ഡലത്തിലെ ശക്തികുളങ്ങര ഭാഗത്തെ 7ഓളം തുരുത്തുകളിൽ ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ ചിരകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ കടത്തുവള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്ന തുരുത്ത് നിവാസികളുടെ പാലമെന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. പശ്ചാത്തല വികസനത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ പാലങ്ങളാണ്. അതായത് മുക്കാടുകാർക്കറിയാം, അല്ലെങ്കിൽ ശക്തികുളങ്ങരക്കാർക്കറിയാം, ഫാത്തിമ ഐലൻഡ് തുടങ്ങി 7ഓളം ഐലൻഡുകൾ, 7ഓളം തുരുത്തുകളാണ് ആ ശക്തികുളങ്ങര മേഖലയിൽ മാത്രം നമ്മുടെ ചവറ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഹൃദയാഘാതം പോലെയുള്ള ആപത്ഘട്ടങ്ങൾ പെട്ടെന്ന് അടിയന്തര സഹായം വേണ്ടി വരികയാണെങ്കിൽ വാഹന സൗകര്യമില്ല, വള്ളങ്ങളിലോ ഒക്കെ തന്നെ വേണം കരയ്ക്കെത്തുവാൻ. അതിനൊരുപാട് കാലതാമസം വരും. ദിവസവും കൊച്ചു കുട്ടികൾ വരെ സ്കൂളുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചെറുവള്ളങ്ങളിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ അത് മാത്രമല്ല, അവിടുത്തെ പിന്നോക്കാവസ്ഥ, കുടിവെള്ളം ഒക്കെ എത്തുന്നുണ്ടെങ്കിലും അടിക്കടി ഈ ബോട്ട് ചാനലിൻ്റെ അടിയിലൂടെയുള്ള പൈപ്പായതിനാൽ അത് അടിക്കടി ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുടിവെള്ളം മുട്ടുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കിഫ്ബി ഫണ്ടോടുകൂടി ഏതാണ്ട് 21 കോടി രൂപയുടെ ഫണ്ടോടുകൂടി മുക്കാട്ടുകടവിൽ നിന്നും ഫാത്തിമ ഐലൻഡിലേക്കും ഫാത്തിമ ഐലൻഡിൽ നിന്നും അരുളപ്പം തുരുത്തിലേക്കും 2 പാലങ്ങൾ, അതും ഈ 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സാമൂഹ്യമായിട്ട് ഈ പാലം വന്ന് തീരുന്നതിന് മുമ്പ് വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് തന്നെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന കാര്യമാണ്. അവരെല്ലാം വലിയ സന്തോഷത്തിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ മാറ്റിയപ്പോൾ തന്നെ നിരന്തരമുണ്ടാകുന്ന വാട്ടർ സപ്ലൈയിലുള്ള ബ്രേക്ക് അതിനെല്ലാം ശാശ്വതമായിട്ടൊരു പരിഹാരമുണ്ടായി.
കാവനാട് ഫിഷ് മാർക്കറ്റാണ് ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതി. 28 കോടി രൂപ ചെലവഴിച്ച് തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഫിഷ് മാർക്കറ്റിന്റെ നിർമ്മാണം. കാവനാട് ഫിഷ് മാർക്കറ്റിൻ്റെ അതിൻ്റെ പരിപാടി അത് തീരദേശ വികസന കോർപ്പറേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 2 കോടി രൂപ ചിലവിലാണ് ഫിഷ് മാർക്കറ്റ് കിഫ്ബി ഫണ്ടോടുകൂടി തന്നെ പുനർനിർമ്മിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തികളും ആരംഭിക്കാൻ പോവുകയാണ്. കോർപ്പറേഷൻ്റെ ആസ്തിയിൽപ്പെട്ടതാണ് ഫിഷ് മാർക്കറ്റ്. അതുകൂടാതെ പ്രപ്പോസ്ഡ് പ്രോജക്റ്റായിട്ടുള്ള അരുനെല്ലൂരിൽ നിന്നും പെരിങ്ങാലം മൺട്രോത്തുരുത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെരിങ്ങാലത്തേക്കുള്ള അത് തേവലക്കരക്കാരുടെ നിരന്തരമായിട്ടുള്ള അതുപോലെ മൺട്രോത്തുരുത്തുകാരുടെയും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പം അതിൻ്റെ പാലത്തിൻ്റെ പ്രപ്പോസൽ അതിൻ്റെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി. 20 കോടി രൂപയാണ്. പക്ഷേ ടെക്നിക്കൽ സാങ്ഷൻ വന്ന പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോഴത്തേക്കും തുക അധികമായി വേണ്ടതിനാൽ ഒരു 45 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭരണാനുമതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ സോയിൽ ടെസ്റ്റ് അടക്കമുള്ള സാങ്കേതിക പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ മേഖലകളിലും സർവ്വതോന്മുഖ വികസനം സാധ്യമാക്കിക്കൊണ്ട് ചവറ മുന്നേറ്റം തുടരുകയാണ്. നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിവിധ ഏജൻസികൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി പണി പൂർത്തിയാക്കുവാനായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. പ്രപ്പോസ്ഡായിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളും നിരവധിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഒരുപക്ഷെ 15-20 വർഷം കഴിഞ്ഞിട്ട് നടക്കേണ്ടിയിരുന്ന പല പദ്ധതികളും ഇക്കാലയളവിൽ പൂർത്തിയാക്കുവാൻ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചു എന്നുള്ളത് ഈ വലിയ കാര്യമാണ്. നാടിൻ്റെ സന്തോഷവും നന്ദിയും തരണത്തിൽ അറിയിക്കുകയാണ്. വികസനത്തിന്റെ വേലിയേറ്റങ്ങളിൽ ചവറയ്ക്ക് പുതിയ മുഖം കൈവരികയാണ്. മറ്റു മണ്ഡലങ്ങൾക്ക് അത് മാതൃകയായി. ചരിത്രത്തിന്റെയും വാണിജ്യ വ്യാവസായിക സംസ്കാരത്തിന്റെയും കഥകൾ ഉറങ്ങുന്ന മണ്ണായ കുണ്ടറ മണ്ഡലമാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൽ. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ നടത്തിയ കുണ്ടറ വിളംബരത്തിലൂടെ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ട ചരിത്രഭൂമിയുടെ സ്പന്ദനങ്ങളിലേക്ക്. വിദ്യുത് ശക്തി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, തൊഴിലാളികളുടെ സാന്നിധ്യം തുടങ്ങി സവിശേഷമായ സമ്പന്നത കൊണ്ട് വ്യാവസായിക കേന്ദ്രമായി ഉയർന്നുവന്ന പ്രദേശമാണ് കുണ്ടറ. കൊല്ലം താലൂക്കിലെ കുണ്ടറ, ഇളമ്പല്ലൂർ, കൊറ്റംകര, നെടുമ്പന, പേരയം, പെരിനാട്, തൃക്കോവിൽവട്ടം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് കുണ്ടറ. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ മണ്ഡലം പുതിയ മുന്നേറ്റ പാതയിലാണ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ മികവ് പുലർത്തിയാണ് കുണ്ടറ മണ്ഡലത്തിന്റെ മുന്നേറ്റം. അനേകായിരങ്ങൾ ആശ്രയിക്കുന്ന കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ആധുനികവൽക്കരണമാണ് ശ്രദ്ധേയം. 35 കോടി രൂപ ചെലവഴിച്ചു നടക്കുന്ന ആശുപത്രിയുടെ ആധുനികവൽക്കരണം അന്തിമഘട്ടത്തിലാണെന്ന് മണ്ഡലം MLA PC വിഷ്ണുനാഥ് പറഞ്ഞു. കുണ്ടറ നിയോജകമണ്ഡലത്തിൽ കിഫ്ബി വഴി നടക്കുന്ന പ്രധാനപ്പെട്ട
വികസന പ്രവർത്തനങ്ങളിലൊന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങും ആശുപത്രിയുടെ ആധുനികവൽക്കരണവുമാണ്. അത് ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ആ നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രയോജനം ആണ് താലൂക്ക് ആശുപത്രി വഴി ലഭിക്കുന്നത്. അത് സമയബന്ധിതമായി തീർക്കാനുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA എന്ന നിലയിൽ ഞങ്ങൾ ഒപ്പം വിലയിരുത്തിയിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുണ്ടറ നിയോജകമണ്ഡലത്തിലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനം. നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിക്കുന്ന പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മികവ് ലക്ഷ്യമിട്ട് ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായും MLA അറിയിച്ചു. നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അവിടെ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഗവൺമെൻറ് ITIയിൽ ചന്ദനത്തോപ്പിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത്രയും അനുബന്ധമായ ചില പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൂടെ പരിഹരിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുണ്ടറ ചിറ്റുമല റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാടിന് മാതൃകയാകുന്ന കണ്ണനെല്ലൂർ ടൗൺ വികസനം ഉടൻ സാധ്യമാകുമെന്നും പദ്ധതിയുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടന്നുവരികയാണെന്നും MLA പറഞ്ഞു. കുണ്ടറ ചിറ്റുമല റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായി. അതിൻ്റെ BM ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി BC ലേ ചെയ്യാനുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് KGV UPS, പഴങ്ങാലം ഗവൺമെൻറ് UPS, മീനാക്ഷി വിലാസം സ്കൂള്, ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. കുണ്ടറയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വിവിധ വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ജനകീയ അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പിന്തുണ നിയോജകമണ്ഡലം വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ്. ഇപ്പോൾ കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ്
നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി അതിൻ്റെ DPR പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജിലാണ്. തീർച്ചയായും ഇപ്പോൾ ആശുപത്രി, വിദ്യാലയങ്ങൾ, റോഡ് അടക്കമുള്ള അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കിഫ്ബിയുടെ പിന്തുണ വലിയ തോതിൽ നമുക്ക് സഹായകരമാകുന്നുണ്ട്. കുണ്ടറയുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകി വികസനം ഇവിടെ വിരുന്നെത്തുമ്പോൾ ജനകീയ ആവശ്യങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ് സാധ്യമാകുന്നത്.